ഇനി നോക്ക്, ഷിർക്കിന് ഫലം ലഭിക്കുമെന്നതാണ് ഇവരുടെ മറ്റൊരു വാദം. അതിന് തെളിവായിട്ട് മനോരമ പത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ധരിച്ചിട്ടുള്ളത്, ഷിർക്കിന് ഫലം ലഭിക്കുമെന്നതിന്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു, വഇന്ന ശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാചവന്റെ ഔലിയാക്കന്മാർക്ക് വഹയി നൽകും. പിശാചവന്റെ ഔലിയാക്കന്മാർക്ക് വഹയി നൽകും. കഴിഞ്ഞ പ്രസംഗത്ത് പറഞ്ഞു. അല്ലാഹു ഖുർആൻ പറഞ്ഞു വഇന്ന ശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, സൂറത്തുൽ അൻആമിലെ 121 ആയത്ത്. പിശാചവന്റെ കൂട്ടാളികൾക്ക് വഹയി നൽകും, ബോധനം നൽകും. ഉസ്മാൻ സാഹിബ് എത്ര എഴുതിയോ? ഇത് കേവലം വസ്വാസിൽ ഒതുക്കാൻ പറ്റൂലെന്നാ ഉസ്മാൻ സാഹിബ് ഇത്. കേവലം വസ്വാസ് അല്ല, ആ ബോധനം ഏതെല്ലാം കോലത്ത് നൽകാമെന്ന് ഉസ്മാൻ സാഹിബ് വിശദമായിട്ട് ഇതിൽ എഴുതി വെക്കുന്നുണ്ട്. പല രൂപത്തിൽ ആ ബോധനമുണ്ടാകും. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ വീണ്ടും പറയുന്നു 112 ആയത്ത്, وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا. കഴിഞ്ഞ പ്രസംഗത്തെ തഫ്സീർ അടക്കം വായിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ നബിമാർക്കും ചില ശത്രുക്കളെ വെച്ചിട്ടുണ്ട്. ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, ഇൻസിലെ ശൈത്താന്മാരെയും ജിന്നിലെ ശൈത്താന്മാരെയും അല്ലാഹ് ശത്രുക്കളായി നിശ്ചയിച്ചിട്ടുണ്ട്. യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ, അവർ തമ്മിൽ ബോധനം നൽകുന്നു. അത് ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ, ഇമാം റാസിഖ് പറഞ്ഞത് കഴിഞ്ഞ പ്രസംഗം വായിച്ചിരുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടി ആ അമ്പിയാക്കളെ തൗഹീദ് പൊളിക്കാൻ വേണ്ടി അവർ പരസ്പരം കാണിക്കുന്ന വ്യത്യസ്തമായ വഴികൾ. സൂറത്തുൽ അൻആമിലെ 128 ആയത്ത്, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തഗ്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാല അൻ-നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ഷാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം. അൻആം സൂറ 128 ആയത്ത്. എന്താ പറഞ്ഞത്? റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, റബ്ബേ ഞങ്ങൾ പരസ്പരം ഇസ്തിംതാ നടത്തി, ഞങ്ങൾ തമ്മിൽ സുഖമെടുത്തു എന്നാണ് ഈ ആയത്ത് പറഞ്ഞത്. ഈ ഇസ്തിംതാഴ് ഈ ഒരു പുസ്തകത്തിൽ എത്ര സ്ഥലത്താണ് ഉസ്മാൻ സാഹിബ് കൊടുത്തറിയോ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഷിർക്കിന് ഫലമുണ്ട് എന്നില്ലേനു തെളിവായി ധരിച്ചത് മാതൃഭൂമിയാണ്. ഞാൻ ക്ലിപ്പിടുന്നില്ല. അതിന്റെ മുമ്പത്തെ പ്രാവശ്യം മനോരമയാണ് ഉദ്ധരിച്ചത്. ഇന്ന് കണ്ടോ ഒരു അനുഭവം ശ്രദ്ധിക്കാം. മുമ്പ് ഇന്ത്യയുടെ അംബാസിഡറായി ചൈനയിലും മറ്റും സേവനമനുഷ്ഠിച്ച ശ്രീ രാഘവൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം കഴിഞ്ഞ പ്രാവശ്യം മനോരമ എഴുതു, ഇപ്പം മാതൃഭൂമിയാണ്. പക്ഷെ ഉസ്മാൻ സാഹിബ മാത്രം. ഞാൻ കഴിഞ്ഞ വർഷം ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, ഉദ്ധരണികൾ പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഇതൊന്നും നിങ്ങൾക്ക് പറ്റൂലേ, നാ മനോരമ എന്ന് വായിച്ചോടി, ഉപകാരസ്മരണ വായിച്ചു നോക്കി. അപ്പോൾ വല്ല പോസ്റ്റർ എന്താ വിത്തക്കായ്ക്ക് തെളിവ് മനോരമ. ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് കുഴിപ്പുറം സുല്ലമിൻ്റെ വക മനോരമ തെളിവാക്കുന്നവരോട് ഗൗരവപൂർവ്വം. ഒപ്പര ഇന്നലത്തെ വയലിൽ പതാണ്. എന്താ പറയുക കേട്ട, എന്താണ് ഉസ്മാൻ സാഹിബ് മാതൃഭൂമി എടുത്തത്. അല്ലാഹ് വീണ്ടും ഖുർആനിൽ പറഞ്ഞു, وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم. പിശാചിൽ നിന്ന് വല്ല നസ്ഗും നിനക്ക് ബാധിച്ചാൽ, വല്ല കുത്തല് വല്ല ബാധ, അതെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ് നസ്ഗ് എന്നുള്ളത്. ഖുൽ ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം. സൂറത്തുൽ ശുഅറായിൽ പറഞ്ഞു കവികളുടെ മേൽ പിശാചിറങ്ങുന്നുണ്ട്. ഉസ്മാൻ സാഹിബ് വിശദമായി എഴുതി കവികൾക്ക് പിശാചിന്റെ ബോധനമുണ്ടാകുന്നത്, ലേഖനമെഴുതാൻ പിശാച് പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ ഉസ്മാൻ സാഹിബ് എഴുതിയിട്ടുണ്ട്. ആ ഉസ്മാൻ സാഹിബ് നിങ്ങളുടെ ഭാഷയിൽ അന്ധവിശ്വാസി. ഇത് സൽസബീൽ എഴുതിയത്. ഇനി ഹദീസിലേക്ക് പോയാലോ, എത്ര ഹദീസുകൾ നബി തങ്ങൾ പറഞ്ഞു. ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ജ്യോത്സ്യന്മാർ ചില കാര്യം പറയുമ്പോൾ ശരിയാകുന്നുണ്ടല്ലോ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞത് എന്താ? അത് തിൽക്കൽ കലിമത്തു മിനൽ ഹഖ് യഖ്തഫുഹാ മിനൽ ജിന്നി, അത് ജിന്നിൽ നിന്ന് തട്ടിയെടുക്കുന്ന വാക്കാണ്. അവൻ്റെ വലിയിൻ്റെ ചെവിയിൽ അത് കുറുകി കൊടുക്കുന്നു. പിശാച്ച് അവൻ്റെ വലിയിൻ്റെ, ഏതാ വലിയ? ജ്യോത്സ്യന്, തങ്ങള്, ബീവി, ഹോജ, ദേവൻ, ദേവി തുടങ്ങി ആരാധ്യന്മാരെ രംഗത്ത് വന്ന ഏതൊക്കെയുണ്ടോ അവരൊക്കെ അവൻ്റെ കാതിൽ കുറുകി കൊടുക്കുന്നുവെന്ന ഹദീസ് ഇമാം ബുഖാരി 5762 നമ്പർ ഹദീസ്. അതേ ബുഖാരി 5652 സമാനമായി കാണാം. ബോധക്ഷയമുണ്ടായ സ്ത്രീ വന്ന് നബിയോട് പറയുന്നു, നബി എനിക്ക് ബോധക്ഷയമുണ്ടാകുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം. നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ദുആ ചെയ്യാം, അതല്ല നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ക്ഷമിക്കാം നബിയെ, പക്ഷേ എനിക്ക് എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നുണ്ട്, അവിടത്ത് വെളിവാകുന്നുണ്ട്, ആ സമയത്ത് അതില്ലാതെക്കാൻ ദുആ ചെയ്യണം. അത് റിപ്പോർട്ടിൽ വന്നെന്താണ്?
എൻ്റെ പിശാചൻ്റെ വസ്ത്രം മാറ്റുന്നു നബിയേ എന്നാണ് ഒരു റിപ്പോർട്ടിൽ വന്നത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല.